നമസ്കാരം. പാലാ മുനിസിപ്പൽ കൗൺസിലർ ബിനു പുളിക്കണ്ടത്തിന് സഹിഷ്ണുതയില്ലെന്നാണ് സഹ കൗൺസിലറായ ബിജു മാത്യൂസ് ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞത്. ചാനൽ ചർച്ചയുടെ മുഴുവൻ ഭാഗങ്ങളും ശ്രദ്ധിച്ചിട്ടുള്ള ഒരാൾക്ക് മനസ്സിലാവും പറഞ്ഞത് 100% ശരിയാണെന്ന്. മുനിസിപ്പൽ കൗൺസിലിൽ മറ്റൊരാൾക്ക് സംസാരിക്കാൻ കൊടുക്കുന്ന അവസരത്തിലാണ് എപ്പോഴും ഇയാൾ കയറി വർത്തമാനം പറയുന്നത്. ഇതുതന്നെയാണ് ചാനൽ ചർച്ചയിലും നടന്നതെന്നാണ് ബിജു മാത്യൂസ് തുറന്നടിച്ചത്. ആരെയും ഒന്നും പറയാൻ സമ്മതിക്കില്ല, താനും അപ്പനും സുഭദ്രയും മാത്രം സംസാരിച്ചാൽ മതി എന്നുള്ളതാണ് പുളിക്കണ്ടം ബിനുവിൻ്റെ ഒരു രീതി. ഏത് ഒരു രീതി! തനിക്ക് ആളാകാൻ വേണ്ടി മകളുടെ ഭാവി കളയുന്ന ഒരു പിതാവിനെയാണ് പാലക്കാർ ഇപ്പോൾ കാണുന്നത്. മകളെ അക്ഷരജ്ഞാനം ഇല്ലാത്തവളെന്നും അറിവില്ലാത്തവളെന്നും പൊതുജന മധ്യത്തിൽ തുറന്നു കാണിക്കാൻ ഈ പിതാവിന് കഴിഞ്ഞു എന്നത് മാത്രമാണ് ഈ കശവശ കൊണ്ടുണ്ടായ ഗുണമെന്നാണ് ഇന്നലെ ഒരു മാധ്യമത്തിൽ കണ്ടത്. ഇതിനിടയിൽ പാലായിലെ കുസൃതിക്കാരനായ ഒരു കലാകാരൻ, ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കണ്ടം, പോലീസിന് നൽകിയ പരാതിയുടെ പകർപ്പ് സാക്ഷരതാ മിഷൻ അയച്ചു കൊടുത്തിട്ട് ഈ കുട്ടിയെ ഇംഗ്ലീഷിലെ അതുപോലെ മലയാളത്തിലെയും അക്ഷരങ്ങൾ മുഴുവനായി പഠിപ്പിക്കണമെന്ന നിർദ്ദേശം വച്ചിട്ടുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ കണ്ടത്. പറഞ്ഞു കേൾക്കുന്നത് ഡിക്ഷണറി ഒക്കെ കാണാതറിയാം, വലിയ ഡിഗ്രിയൊക്കെയാണ് യോഗ്യത എന്നാണ്. പക്ഷേ അക്ഷരജ്ഞാനം വട്ടപൂജ്യം എന്ന നിലയിലേക്ക് ആ കുട്ടിയെ അപമാനിക്കുവാൻ ജനങ്ങൾക്ക് വിട്ടുകൊടുത്തത് ആ കുട്ടിയുടെ അച്ഛൻ തന്നെയാണ്. 2 വർഷം മുമ്പായിരുന്നുവെങ്കിൽ ബാലാവകാശ കമ്മീഷനെങ്കിലും ഒരു പരാതി കൊടുക്കാമായിരുന്നു. ഇതിനിടെ ബിനു പുളിക്കണ്ടത്തെ കാപ്പ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത് തുറുങ്കലിൽ സൂക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു പരാതി കൊടുക്കുവാൻ എന്തെങ്കിലും മാർഗമുണ്ടോ, അതിന് വകുപ്പുകളുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുകയാണ് കോൺഗ്രസിലെ ഒരു പ്രമുഖ വിഭാഗം. മുൻപ് മുനിസിപ്പൽ കൗൺസിലിൽ വെച്ച് സഹ കൗൺസിലറുടെ കരണക്കുറ്റി അടിച്ചു പൊളിച്ച് നിലത്തിട്ട് വീരത്തം കാട്ടിയിട്ടുള്ള ഇയാൾ ഈ കൗൺസിലിലും അത് വിടാതെ പിന്തുടർന്നുവെന്ന് തന്നെയാണ് അനുഭവമുള്ളവർ പറയുന്നത്. വൈസ് ചെയർപേഴ്സണെ കൗൺസിൽ ഹാളിൽ വെച്ച് ആക്ഷേപിച്ച് കരയിച്ചിറക്കി വിട്ടുവന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതിൽ കാപ്പ ചുമത്തുവാനുള്ള വകുപ്പ് ഇല്ല. അപ്പോഴാണ് കഴിഞ്ഞ വർഷം പാലായിലെ ഒരു പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ മുന്നിൽ ഒരു വിദ്യാർത്ഥിനിയുടെ മാതാപിതാക്കൾ കൊണ്ടുവന്ന് നിർത്തിയ വാഹനത്തിൻ്റെ, അതായത് കാറിൻ്റെ പിറകിൽ ബിനു പുളിക്കണ്ടവും സുഹൃത്തുക്കളും വാഹനം കൊണ്ടുപോയി നിർത്തുകയും അതിന് പിറകിൽ മറ്റൊരാൾ ഒരു വാഹനം നിർത്തുകയും ചെയ്തു. അതായത് ബിനു പുളിക്കണ്ടത്തിൻ്റെ മുൻപിലും പിന്നിലും മറ്റു വാഹനങ്ങൾ. തൻ്റെ വാഹനത്തിന് പിറകിൽ വാഹനം നിർത്തിയ വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളെ മർദ്ദിച്ച് അവശരാക്കി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശുപത്രിയിൽ നിന്നും ലഭ്യമായ വിവരം അനുസരിച്ച് പോലീസ് സ്ഥലത്തെത്തി FIR രജിസ്റ്റർ ചെയ്തുവെങ്കിലും ഉന്നതങ്ങളിൽ നിന്നുള്ള ഇടപെടലുകളും മറ്റ് ചില സമ്മർദ്ദങ്ങളിലും പോലീസ് FIR നിരൂപാധികം പിൻവലിക്കുകയാണ് ചെയ്തതെന്നാണ് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ കൗൺസിൽ കാലത്ത് സഹ കൗൺസിലറുടെ മോഷ്ടിച്ച എയർപോഡ് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന നിലയിൽ വിദേശത്തു നിന്നും വന്ന വിദേശ വനിതാ സുഹൃത്തിന് സമ്മാനമായി നൽകി വാർത്ത സൃഷ്ടിച്ച മഹാൻ കൂടിയാണ്. അതും പക്ഷേ കാപ്പ വകുപ്പിൽ കേസെടുക്കാൻ സാധിക്കില്ല, കാപ്പയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഏതായാലും കഴിഞ്ഞ ദിവസം ഒരു സഹ കൗൺസിലർ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ബിനുവിൻ്റെ അടിയും ഇടിയും കൊണ്ട് അവരുടെ യൂണിയൻ, അടി കൊണ്ടവരുടെ യൂണിയൻ വലിയ താമസമില്ലാതെ ഉണ്ടാകുമെന്നാണ്. ബിനുവിൻ്റെ മർദ്ദനം കൊണ്ട് മുഴുവൻ പേരും കൂടി പരാതി കൊടുത്താൽ കാപ്പ ചുമത്തിക്കാമെന്നാണ് അവർക്ക് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയ അവരുടെ നിയമോപദേശം നൽകിയ ഉപദേശം. ഏതായാലും ബിനുവിൻ്റെ സമയം നല്ലതാ. നാട്ടിൽ നടന്നതും നടക്കാത്തതുമെല്ലാം അയാളുടെ തലയിൽ കെട്ടിവെച്ച് സോഷ്യൽ മീഡിയയിൽ കഥകൾ നിറഞ്ഞിരിക്കുകയാണ്. എന്തെല്ലാം കഥകളാണ്! ജന്മം നൽകിയവൻ്റെ കഴുത്തുവേദനയുടെ ഇടർച്ചയുടെയും കഥ, അതുപോലെ തന്നെ അമ്മയുടെ താലിമാല, വിദ്യാർത്ഥി ആയിരുന്നപ്പോൾ അടിപൊടി, ഇതൊക്കെ മാധ്യമങ്ങളിൽ നിറയുന്നു. കെട്ടിയ പെണ്ണിനെ മടികൂടാതെ കിട്ടിയ വടി കൊണ്ടൊന്നു കൊടുത്തു എന്ന് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞതും വെറുതെ ആയില്ല എന്നാണ് കേട്ടത്. ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്ന കാര്യങ്ങളാണ്. വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ മുന്നിൽ ഒരു സാധാരണക്കാരനെ കാരണമില്ലാതെ മർദ്ദിച്ചതും അതുപോലെ നാട്ടിലെ മറ്റു ചിലരെ കൈകാര്യം ചെയ്തിട്ടുള്ളതുമായ കേസുകൾ
ഇതെല്ലാം ചേർത്ത് വെച്ചാൽ കാപ്പയ്ക്ക് വകുപ്പാകുമെന്നാണ് മറ്റൊരു നിയമോപദേശം. നാട്ടിലെ ഗുണ്ടാബിനുവായി അറിയപ്പെടുന്നതാണ് ഇയാൾക്ക് വലിയ താല്പര്യമെന്നാണ് നാട്ടുകാർ പറയുന്നത്. താനൊരു സംഭവമാണെന്നും താൻ പറയുന്നത് മാത്രമാണ് പാലായിൽ നടക്കേണ്ടത്. എന്നാൽ ഇയാൾ ചെയ്യുന്നതുമായ പോക്കിരിത്തരത്തിന്റെ പരിണത ഫലം അനുഭവിക്കുന്നത് നിഷ്കളങ്കയായ ആ പെൺകുട്ടിയാണ്. അപ്പന്റെ വാശിക്ക് വേണ്ടി മാത്രം മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, ജയിച്ചു. ആ കുട്ടി ചെയ്ത വേറെ എന്ത് തെറ്റാണ്? ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സൺ എന്ന ബഹുമതിയും നേടി. ഇങ്ങനെ പോയാൽ പിതൃഗുണത്താൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ കള്ളപ്പരാതിക്കാരി എന്ന പേരും ലഭിക്കാനിടയുണ്ടെന്നാണ് മറ്റ് കൗൺസിലർമാർ പറയുന്നത്. ബിനു പുളിക്കണ്ടത്തിന്റെ അടിസ്ഥാന പ്രശ്നം അഹങ്കാരവും ധിക്കാരവും ധാർഷ്ട്യവും ഇടകലർന്ന എന്തോ ഒന്നാണ്. പാലായുടെ ഓണറാണെന്നാണ് ഇയാളുടെ ഒരു ധാരണ. അത്തിപ്പഴത്തോളം ധിക്കാരമുണ്ടെങ്കിൽ ആ ദിക്കിലെങ്ങും വിളയാ ഗുരുത്വം എന്ന് കാരണവന്മാർ പറഞ്ഞു വച്ചിട്ടുണ്ട്. അടുത്തു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലായിൽ നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടേണ്ട പെൺകുട്ടിയുടെ ഭാവിയാണ്, ഒരു MLA യുടെ ഭാവിയാണ് സ്വന്തം തന്ത നുള്ളിക്കളഞ്ഞിരിക്കുന്നത്. ഇയാൾ പെരുന്തച്ചൻ ആണെന്നാണ് പറയുന്നത്. ഇയാൾക്ക് അതിൻ്റെ സിൻഡ്രം ഉണ്ടെന്നാണ് സംശയം. പെരുന്തച്ചൻ്റെ പ്രേതം വല്ലതും കയറി കൂടിയിട്ടുണ്ടോ എന്നും പാലക്കാർ സംശയിക്കുന്നു. ഒരു മകളുടെ ഭാവി തുലച്ചു കളയുന്ന ഈ പിതാവിനെ എന്താണ് അഭിസംബോധന ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് തല പുണ്ണാക്കുകയാണ് പാലായിലെ പെൺമക്കളുള്ള ഓരോ മാതാപിതാക്കൾ.